വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഓണം പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓണം റിലേറ്റഡ് ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉത്രാടമാണ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഉത്രാടം തൊട്ട് തിരുവോണം വരെയുള്ള എൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കൂടുതൽ ഡയലോഗ് അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് വിഷ്വൽസ് മാത്രം കാണാം. അപ്പം ഞാൻ എൻ്റെ സ്ട്രെയിറ്റ്നർ ഒന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എൻ്റെ സ്കേർട്ട് ഒന്ന് അയൺ ചെയ്യാം. എനിക്ക് നാളെ ഇടാനുള്ള ഔട്ട്ഫിറ്റാണ് ഇപ്പോൾ ഈ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി അയൺ ചെയ്തതാണ്, പക്ഷേ പ്ലീറ്റഡ് സ്കേർട്ട് ആയതുകൊണ്ട് ആ പ്ലീറ്റ്സ് ഒന്ന് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടും കൂടി ഒന്ന് എന്താ പറയുക അയൺ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പൂക്കളമില്ലാതെ എന്തോണാഘോഷമല്ലേ. ഇത് ഈ കാണുന്ന പോലെ കുഞ്ഞു പൂക്കളങ്ങളാണെങ്കിലും വലിയ പൂക്കളങ്ങളാണെങ്കിലും ഞങ്ങൾ എല്ലാ കൊല്ലവും വീട്ടിൽ പൂവിടാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണ് ഇതൊക്കെ വരച്ച് തരുന്നത്. ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പം നല്ല രസമാണ്. രാവിലെ എണീറ്റ് നമ്മൾ പൂവൊക്കെ ഉതിർത്തിട്ട് പൂക്കളൊക്കെ ഇടും. അതാണ് ഏറ്റവും വലിയൊരു മെമ്മറി ഓണത്തിനെ പറ്റിയിട്ട്. അടുത്തതാണ് ഓണക്കോടി. പണ്ടൊക്കെ ബർത്ത്ഡേക്കും ഓണത്തിനൊക്കെയാണ് നമ്മളൊരു പുതിയ ഡ്രസ്സ് എടുക്കാറ്, അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും കല്യാണത്തിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഓണം വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഇത്തവണ ഞങ്ങൾ ദുബായിൽ ആ ഒരു ശീലം ഞാൻ മുടക്കിയില്ല. പോയിട്ട് ചേച്ചിയുടെ കുട്ടികൾക്കും നിത്തിനും എനിക്കും ഒക്കെ ഓരോ ഡ്രസ്സ് എടുത്തു. ഓണത്തിന് പുതിയൊരു ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ കാണുന്ന പോലെ ഒരു ഗ്രീൻ കുർത്ത നിത്തിനെടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാൻറ്റും വരുന്നുണ്ട്. പിന്നൊരു സിൽവർ കരയുള്ള മുണ്ടെടുത്തു. എപ്പോഴും ഗോൾഡൻ കരയുള്ള മുണ്ട എടുക്കാറ്. പിന്നെ ഞാനിതുപോലെ ഒരു ധാവണി സെറ്റും എടുത്തു. അങ്ങനെ നമ്മുടെ ഓണക്കോടിയൊക്കെ കഴിഞ്ഞ് അടുത്ത കാര്യമാണ് ഓണസദ്യ. മലബാർ ഭാഗത്തൊക്കെ ഓണസദ്യയുടെ കൂടെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം ഉണ്ടാവും. പണ്ടൊക്കെ ഞാൻ ഈ ഓണസദ്യയുടെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ കൊളീഗ്സൊക്കെ ചോദിക്കാറുണ്ട്, ഇതെന്താ ഒരു ഫിഷ് ഫ്രൈ സൈഡിൽ, അല്ലെങ്കിൽ ഇതെന്താ ഒരു ചിക്കൻ സൈഡിൽ, സദ്യയുടെ കൂടെ നിങ്ങൾ നോൺ വെജ് കഴിക്കുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ മലബാർ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതാ ഇപ്പോൾ ഈ വിളമ്പിയ സദ്യയിൽ കൂടി ഞാനൊരു 2 കഷ്ണം മീൻ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഓണസദ്യ. ഞാൻ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഇത്തവണ പക്ഷേ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഇന്ന് തിരുവോണമായിരിക്കുകയാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഞാനും നിത്തിനും കൂടെ ദേ ഇങ്ങനെ പൂവൊക്കെ ഉതിർത്തിടുകയാണ്. ഇന്നലെ ഇവിടെ ദുബായിലുള്ളൊരു പെരുമാൾ സ്റ്റോഴ്സിൽ പോയിട്ടാണ് നമ്മൾ പൂക്കളൊക്കെ മേടിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഇവിടെ എവിടെയാണ് പൂ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് പെരുമാൾ സ്റ്റോഴ്സിനെ പറ്റി അറിഞ്ഞത്. അവിടെ പോയിട്ട് പൂക്കൾ മേടിച്ചു. കിലോ ബേസിസിലാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എനിക്ക് വേണ്ടുന്ന കളേഴ്സിലുള്ള പൂക്കളൊക്കെ ഞാൻ പോയി മേടിച്ചിട്ട് വന്നു. പൂക്കളൊക്കെ ഉതിർത്തിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ കലാകാരി ഒന്ന് ഉണർന്നു. വേഗം സ്കെയിലും പെൻസിലും എടുത്തു അളക്കാനും വരയ്ക്കാനും തുടങ്ങി. ഒരു പൂക്കളത്തിൻ്റെ ഡിസൈൻ വരയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പക്ഷേ ഈ കാണുന്നതൊന്നുമല്ല പിന്നീട് സംഭവിച്ചത്. ആദ്യം 2-3 വര അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചെങ്കിലും അവസാനം ഞങ്ങൾക്ക് തോന്നിയ പോലെയാണ് ഞങ്ങൾ പൂക്കളം ഇട്ടത്. പൂക്കളം എന്തായി എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആദ്യം സ്കെയിലെടുത്ത് വരച്ച ഒരു സ്ക്വയർ അല്ലാതെ വേറെ യാതൊരു ഉപകാരവും ആ സ്കെയിലും പെൻസിലും കൊണ്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ സ്ക്വയറിൻ്റെ മേലെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പൂക്കളം ഇട്ടത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ പൂക്കളം. ഞങ്ങൾക്ക് തോന്നിയ പോലെ ഒരു സ്ക്വയറും സർക്കിളും എല്ലാം അവിടെ ഇവിടെയൊക്കെ വെച്ച് ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മേക്കപ്പിലോട്ട് പോവാം. ഇനി പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറി വന്നിട്ട് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ഒരു സ്കേർട്ടും ടോപ്പുമാണ്. സത്യത്തിൽ ഇതൊരു ധാവണി സെറ്റാണ്, പക്ഷെ ഞാനിതൊരു സ്കേർട്ടും ടോപ്പുമായിട്ടാണ് ഡിസൈൻ ചെയ്യിച്ചത്. പിന്നെ ഇതാണ് നിത്തിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു സിൽവർ കരയുള്ള മുണ്ടും ഒരു ഗ്രീൻ കുർത്തയുമാണ്. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ
അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഓണസദ്യ വന്നിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ ലുലുന്ന് പ്രീ ബുക്ക് ചെയ്യാണ് ചെയ്തത്. കഴിഞ്ഞ തവണ വരെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു, പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചു മേടിക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഓണത്തിന് ഈ ഒരു സദ്യ ബോക്സ് മേടിച്ചത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഓണക്കിറ്റ് ഇതുപോലെ മേടിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. എല്ലാം നല്ല തണുത്തിരിക്കുന്നുണ്ട്, നമുക്കൊന്ന് ചൂടാക്കണം. കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മേലെ നമ്മുടെ പൂളിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പൂൾ ഏരിയ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം. Till then, take care and bye-bye.